നിന്റെ നര വരെ നിന്നെ പോറ്റാവുന്നല്ല കേട്ടോ. പുതിയ പഠിപ്പിക്കുന്നത് പഴയ അങ്ങനെ പറയുന്നുണ്ട്, ശരിയാ. നിന്റെ നര വരെ എന്നല്ല, ആ നരച്ചിരിക്കുമ്പോഴും കഴിവിനെപ്പോഴ ചറവട ചെയ്യുവാൻ എന്റെ കൃപ നിന്റെ മേൽ പെരുകി വരട്ടെ. നര പിടിച്ചു. ഇവിടെ ഇരിക്കുന്നവരാരും നരച്ചവരല്ല. കാരണം ഡൈ ഉള്ളത്തോളം കാലം നര കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ. ഇതാ കൂട്ടായ്മ, ആ സന്തോഷമാണ് കൂട്ടായ്മ. എല്ലാവരും സന്തോഷമാണ് ചിരിച്ചേ. ഹല്ലേലൂയ. ഈ ഡൈ ഉള്ളത്തോളം കാലം ഈ നര കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ തിരിച്ചറിഞ്ഞുകൊള്ളുക, നരച്ചിരിക്കുമ്പോഴും തൊലി ചുളുങ്ങിയിരിക്കുമ്പോഴും നിന്നെ ശക്തി കൊണ്ട് നിറയ്ക്കാൻ കഴിവുള്ളവരുടെ കൃപയിൽ നീ ആശ്രയം വെച്ചാൽ ശക്തിയോട് കർത്താവിനെ ശ്രമിച്ചാൽ. ഹല്ലേലൂയ. നമുക്ക് വേഗം വ്യക്തമാക്കിയെടുക്കാം. റോമൻസ് 5-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. റോമൻസ് 5, 17, 18, 19 വാക്യങ്ങൾ. റോമൻസ് 5-ാം അധ്യായം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി, കേട്ടോ, ഏറ്റവും അധികമായി ജീവനിൽ വാഴും. എന്താ ജീവനിൽ വാഴുക എന്ന് പറഞ്ഞാൽ നിത്യത്തിൽ വാഴുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെന്തുവാ? ഭൗതികമായ നന്മകൾ പൈശാചികമാണെന്ന് പഠിപ്പിക്കുന്ന വിശ്വാസ സമൂഹങ്ങൾ അനേകമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ യേശു ക്രൂശിൽ യാഗമാകേണ്ട വസ്തുതയില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വയലിലെ താമരയെ നോക്കുകയും പറഞ്ഞുള്ള പക്ഷികളെ നോക്കുകയും അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ കൂട്ടിവെക്കുന്നില്ല. എന്നാൽ അതിന് തൊട്ടടുത്തൊരു വാക്യമുണ്ട്, അവയെ കാളിലും. ഹല്ലേലൂയ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കാളിലും നിങ്ങൾ വിശേഷതയുള്ളവരത്രേ. നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഉറക്കത്തിൽ ഞാൻ തരുവാൻ മതിയായവരാ. ഒരാമീൻ പറഞ്ഞാട്ട് എന്നെ ശക്തീകരിക്കും മുഖാന്തരം എന്റെ ജീവിതത്തിൽ സകലതും സാധ്യമാക്കണേ. ഒരാമീൻ പറഞ്ഞാട്ടോ. വായിച്ചാട്ടെ. ഏതാ ഏകൻ നിമിത്തം പാപം വന്നത്? ആദാമിനാൽ പാപം ഭൂമിയിലുള്ളവായി. അവസാനത്തെ ആദാമായ എന്റെ യേശു മുഖാന്തരം പാപത്തെ എന്റെ അകത്തു നിന്നും നീക്കം ചെയ്തു, മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുകൊണ്ട് അതുപോലെ തന്നെ ഏകന്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഒരാമീൻ പറഞ്ഞാട്ടെ. എന്റെ നീതീകരണം എപ്പോഴാ വന്നത്? യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ രക്തമായി ഞാൻ നീതീകരിച്ചത്. ഒരാമീൻ പറഞ്ഞാട്ടെ. ശക്തിയോട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. പാപം ആരിലൂടെ വാണോ, ആരിലൂടെ പാപമായി ഭൂമിയെ കാർന്നു നിന്നു, ആ പാപത്തിന്റെ ശക്തിയെ വേറെടുത്ത് നിന്നിൽ നിന്നും മാറ്റുവാൻ അവൻ ക്രൂശിൽ യാഗമായി തീർന്നു. എന്റെ സമ്പത്തിനെ കാർന്നു നിന്നു, എന്റെ ആരോഗ്യത്തെ കാർന്നു നിന്ന അത്ഭുതത്തെ എന്നിൽ നിന്നും എടുത്തു മാറ്റുവാൻ എന്റെ അപ്പൻ ക്രൂശിൽ യാഗമായി തീർന്നു. ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് എന്റെ അപ്പന്റെ ഇഷ്ടമത്രേ. ഞാൻ വർദ്ധിച്ചു വരേണ്ടത് എന്റെ അപ്പന്റെ ആഗ്രഹമത്രേ. ഞാനാ നിന്റെ ദൈവമെന്ന് ഞാൻ ലോകത്തിനുണ്ടാവും കാണിച്ചു കൊടുക്കും. ഒരാമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇസ്രായേൽ മക്കളും ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടവരാണ്. അതിൽ ഒരു എളിയവനായ ദാവീദും കേട്ടതാണ്. പക്ഷെ കേട്ടതെല്ലാവരും ഒരുപോലാണ്. പക്ഷെ ദാവീദ് ആക്ട് ചെയ്തു. ദാവീദ് എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. ഹല്ലേലൂയ. കേട്ടത് ചെവിക്കകത്ത് കേട്ട തലയിൽ വെച്ചു, അത് അപ്പുറത്തോട് വിട്ട് കളയാനുള്ളതല്ല. ശത്രുവിന്റെ ശക്തി എത്ര വലുതായാലും, എത്ര വലിയ സംവിധാനങ്ങൾ ശത്രുവിനുണ്ടായാലും അവ
ഒരു നിമിഷം കൊണ്ട് തകരുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്താണോ എന്റെ മുന്നോട്ടുള്ള ഗമനത്തെ, എന്റെ പോക്കിനെ തടയിടുന്നത്, ആ തടയിടുന്ന വസ്തുതയെ എന്നേക്കുമായി ഉടച്ചു കളയാൻ കഴിവുള്ള ദൈവത്തിനത്രേ ഞാൻ വിശ്വസിക്കുന്നത്. കാൽവരി രക്തത്തിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. മരിച്ച് ഉയർത്തെഴുന്നേറ്റ എന്റെ യേശു എന്റെ പിതാവായിരിക്കുന്നത് ദുഷ്ടനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവന്റെ ഉറപ്പിനാൽ സകലരും നിറയപ്പെടട്ടെ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ഉറപ്പ് ഹല്ലേലൂയ വന്ന് നിറയട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്റെ മേലുള്ളത് കൊണ്ട് എന്റെ ജീവിതത്തിൽ നാശം ഭവിക്കത്തില്ല. കണ്ണുകളൊക്കെ പ്രാർത്ഥന